ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ കേരളത്തിന് ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ആ ഒരു നിർണായക മത്സരത്തിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പൊളിച്ചടുക്കിയ ഒരു കിടിലൻ ഇന്നിംഗ്സ് കളിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ട് പോലും കേരളം വലിയ തോൽവി തന്നെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കേരളം ആകെ അടിച്ചത് വെറും 119 റൺസ് മാത്രമാണ്. അതിൽ 56 പന്തിൽ 73 റൺസും സഞ്ജു സാംസൺ സ്കോർ ചെയ്തതാണ്. പക്ഷേ കൂടെയുള്ള മറ്റുള്ള താരങ്ങൾക്കൊന്നും 13 റൺസിന് മുകളിൽ പോലും സ്കോർ ചെയ്യാൻ സാധിച്ചതുമില്ല. ആകെ 2 താരങ്ങൾ മാത്രമാണ് 2 അക്കം കടന്നതും. തീർച്ചയായിട്ടും കേരളത്തിന്റെ ബാറ്റിംഗ് പരിതാപകരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ എന്നിട്ട് കൂടി ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ വക ഓപ്പണിംഗിൽ ഇറങ്ങിക്കൊണ്ട് 56 പന്തിൽ 8 ഫോറുകളും 3 സിക്സറും അടക്കം 73 റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സ് കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെ, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള T20 സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് സഞ്ജു സാംസൺ ഉഗ്രൻ ഫോമിലാണെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഏതായാലും മറുപടി ബാറ്റിംഗിൽ 120 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ആന്ധ്രാപ്രദേശ് 12 ഓവറിൽ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ തന്നെ വിജയലക്ഷ്യത്തിലേക്ക് എത്തുകയായിരുന്നു. 28 പന്തിൽ 53 റൺസ് എടുത്ത KS ഭരതും 20 പന്തിൽ 27 റൺസ് എടുത്ത അശ്വിൻ ഹെബ്ബാറുമാണ് ആന്ധ്രയുടെ വിജയം അനായാസമാക്കി മാറ്റിയതും. തീർച്ചയായിട്ടും കേരളത്തിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു. ആ ഒരു മത്സരത്തിൽ സഞ്ജു സാംസൺ ക്യാപ്റ്റന്റെ വക നല്ലൊരു കിടിലൻ ഇന്നിംഗ്സ് കാഴ്ചവെക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് കൂടി കേരളം വലിയ തോൽവിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.